ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് പുട്ടിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെറുപയർ കറിയുടെ റെസിപ്പി നോക്കാം. അതിനായി ഒരു കുക്കർ ആദ്യം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1/2 കപ്പ് ഓവർനൈറ്റ് ഒന്ന് കുതിർത്തിയെടുത്തിട്ടുള്ള പയർ നന്നായിട്ട് കഴുകിയതിന് ശേഷം വെള്ളമെല്ലാം ഒന്ന് മാറ്റിയിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു പകുതി തക്കാളി കട്ട് ചെയ്തതും 5-6 വെളുത്തുള്ളി കട്ട് ചെയ്തതും 3 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം 1/2 കപ്പ് വെള്ളവും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കത് അടച്ചു വെച്ചതിന് ശേഷം ഒരു 4 വിസിൽ വരുന്നത് വരെ ഇതൊന്ന് വേവിച്ചിട്ട് എടുക്കാം. ഇതിപ്പോൾ ഒരു 4 വിസിൽ കേട്ട് അതിൻ്റെ പ്രഷറെല്ലാം ഒന്ന് പോയതിന് ശേഷം നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം. പയറുകൂടി നന്നായിട്ട് ഇനി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഇതൊന്ന് ഉടച്ചെടുക്കാം. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അടുത്തതായി ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ചതിന് ശേഷം അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ഇനി ചൂടായി വന്നതിന് ശേഷം 1 ടീസ്പൂൺ കടുക് ചേർത്ത് ഒന്ന് പൊട്ടിച്ചിട്ടെടുക്കാം. കടുക് നന്നായിട്ട് ഇനി പൊട്ടി വന്നതിന് ശേഷം 2-4 വറ്റൽമുളക് കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഇതൊന്ന് മൂപ്പിച്ചിട്ട് എടുക്കണം. ഇത് നന്നായിട്ട് ഇനി ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ഒരു സവാള ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇനി ഒന്ന് വഴറ്റിയെടുക്കാം. സവാള ഇവിടെ നന്നായിട്ട് ഇനി ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആ പൊടികളുടെയൊക്കെ പച്ച ടേസ്റ്റ് മാറുന്നത് വരെ ഒന്ന് വഴറ്റിയിട്ടെടുക്കണം. ഇതിവിടെ പൊടികളുടെയൊക്കെ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള പയറും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് എത്രയാണോ ഗ്രേവി ആവശ്യമായിട്ടുള്ളത് അതിനനുസരിച്ചുള്ള വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഇപ്പോൾ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെറുപയർ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട്